ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് സദ്യ അല്ലെന്നുണ്ടെങ്കിൽ ഓണസദ്യയോ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്ത് സദ്യ ആയാലും നമുക്ക് അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ഐറ്റമാണ് ചിപ്സും ശർക്കര വരട്ടിയും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഒരുപാട് കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കാണ്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 1 കിലോ കായ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 കായൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു 4 എണ്ണം തൊലി കളഞ്ഞ് കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് വെള്ളത്തിൽ ഞാനൊരു പാത്രത്തിലൊന്ന് മുക്കി വയ്ക്കുകയാണ്. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 2 സ്പൂൺ അരി ഇതുപോലെ ഒന്ന് പാനിലിട്ട് ചൂടാക്കി അത് തണുത്തതിന് ശേഷം നമുക്കൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 2 ചെറിയ പീസ് ചുക്ക്, 2 ഏലയ്ക്ക, ഒരു കുഞ്ഞു സ്പൂൺ ജീരകം, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചെറിയൊരു തരിതരിപ്പ് ആയാലും കുഴപ്പമില്ല, ഫൈൻ പൗഡർ ആക്കണ്ട. ഇതൊന്ന് പൊടിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട കായ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. കനം ഒരുപാട് കുറയ്ക്കുകയും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടും എടുക്കണ്ട. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഞാൻ ചിപ്സിനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു 3 കായ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കറ മാറ്റിയിട്ട് ഇതുപോലെ വളരെ കനം കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാം. അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് ഒന്ന് വിരകി യോജിപ്പിച്ചിട്ട്, ഒരുപാട് ചേർക്കുന്നില്ല, ഒരുപാട് കളർ കൂടിപ്പം. ഇതിൽ തന്നെ ഒരു നാച്ചുറൽ യെല്ലോ കളർ ഉണ്ടല്ലോ കായയിൽ. അപ്പോൾ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്ത് നമുക്കിത് ഇതുപോലെ എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് നമുക്ക് മൊരിയിച്ച് അതിനെ വറുത്തെടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ശർക്കര വരട്ടിക്കുള്ള കായെല്ലാം നല്ല ക്രിസ്പായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വരട്ടിയുടെ മെയിൻ ഐറ്റമാണ് ശർക്കര പാനി തയ്യാറാക്കുന്നത്. അപ്പം ഞാനൊരു 150 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു കുറച്ച് വെള്ളത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഉരുളിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് കുറുകി വരുന്നതിന് മുൻപേ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. കാരണം എന്തെങ്കിലും പൊടിയോ മണ്ണും കല്ലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ എന്ന് വെച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ്. അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അതേ പാത്രം ഒന്ന് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ച് ഈ ശർക്കരപ്പാനി അതിലൊഴിച്ച് നമ്മുടെ കായ അതിലോട്ടിട്ട് ഒന്ന് എല്ലാം യോജിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് പൊടിയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര വരട്ടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിപ്സും റെഡി ആയിട്ടുണ്ട്. അപ്പം ഓണ സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സദ്യ ഉണ്ടാക്കിയാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണേ. താങ്ക്